സീസൺ 6ന്റെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. എല്ലാ വീക്കിലും ഓരോരുത്തർ ഔട്ട് ആകുമ്പോഴത്തേക്കും പറയാറുണ്ട് അവർ അൺഫെയർ എവിക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ വോട്ടിങ്ങിൽ കള്ളത്തരം കാണിക്കുന്നു, മായം കാണിക്കുന്നു, വോട്ടിംഗ് അവർ പാറ്റേൺ കറക്റ്റ് അല്ലെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബിഗ് ബോസ് ഈ ഒരു സീസണിൽ വോട്ടിംഗ്, അതായത് വീക്ക് 1 തൊട്ട് വീക്ക് 13 വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് പുറത്തു വിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ വീക്ക് 1 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് സിജോയ്ക്കായിരുന്നു. സിജോയ്ക്ക് 32% വോട്ടായിരുന്നു ആ വീക്കിൽ കിട്ടിയെങ്കിൽ സുരേഷും കൂടെ രതീഷിന് വന്നിട്ട് 6.9% വോട്ട് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ വീക്കിൽ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ രതീഷിന് കുറെ വോട്ട് കിട്ടിയിട്ടും രതീഷിന് മനഃപൂർവ്വം ഔട്ട് ആക്കി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇനി വീക്ക് 2 കടക്കുമ്പോഴത്തേക്കും വീക്ക് 2 ഋഷിക്കായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. ഋഷിക്ക് 37.06% വോട്ടാണ് ആ വീക്കിൽ കിട്ടിയെങ്കിൽ ആ വീക്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് നമ്മുടെ നിഷാനയ്ക്കും അതുപോലെ തന്നെ സുരേഷിനുമായിരുന്നു. നിഷാനയ്ക്ക് 1.7% വോട്ടും അതുപോലെ തന്നെ സുരേഷിന് 2.46% വോട്ടും, അത്രയും വോട്ട് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. വീക്ക് 3 കടക്കുമ്പോൾ വീക്ക് 3 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്, അതായത് അർജുനായിരുന്നു ആ വീക്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. 62.99% വോട്ടാണ് ആ വീക്കിൽ അർജുന് കിട്ടിയതെങ്കിൽ ആ വീക്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് നമ്മുടെ യമുന റാണിക്കായിരുന്നു. യമുന റാണിക്ക് 1.37% വോട്ടാണ് കിട്ടിയത്. പക്ഷെ ആ വീക്കിൽ ആരും ഔട്ടായില്ല. വീക്ക് 4 വന്നിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ശ്രീധുവിനായിരുന്നു. ശ്രീധുവിന് 28.75% വോട്ട് കിട്ടി. തൊട്ട് 27.5% വോട്ടായിട്ട് ഋഷി ഉണ്ടായിരുന്നു. ആ വീക്കിൽ വീണ്ടും ഏറ്റവും കൂടുതൽ കുറവ് വോട്ട് കിട്ടിയത് നമ്മുടെ ആർക്കായിരുന്നു? യമുന റാണിക്കായിരുന്നു. യമുന റാണിക്ക് 3.13% വോട്ട് മാത്രമേ ആ വീക്കിൽ കിട്ടിയുള്ളൂ. അങ്ങനെ യമുന റാണി പുറത്തായി. പിന്നെ വീക്ക് 5 വന്നിട്ട് വീക്ക് 5 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് വീണ്ടും നമ്മുടെ ശ്രീധുവിന് തന്നെയാണ്. ശ്രീധുവിന് 26.25% വോട്ടാണ് ആ വീക്കിൽ കിട്ടിയത്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് ആ വീക്കിൽ നമ്മുടെ ആർക്കായിരുന്നു? നമ്മുടെ ജാൻമോനിക്കായിരുന്നു. ജാൻമോനിക്ക് 1.32% വോട്ടാണ് കിട്ടിയത്. പക്ഷെ ആ വീക്കിൽ ആരും ഔട്ടായില്ല. പിന്നെ വീക്ക് 6 വന്നിട്ട് വീക്ക് 6 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് വീണ്ടും നമ്മുടെ ശ്രീധുവിന് തന്നെയായിരുന്നു. ശ്രീധുവിന് 24.91% വോട്ടാണ് കിട്ടിയെങ്കിൽ ജാൻമോനിക്ക് വന്നിട്ട് വീണ്ടും 1.46% വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ ജാൻമോനി ഔട്ടായി. പിന്നെ വീക്ക് 7 വരുമ്പോൾ വീക്ക് 7 വീണ്ടും അർജുന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. 29.74% വോട്ടാണ് ആ വീക്കിൽ അർജുന് കിട്ടിയതെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് നമ്മുടെ അഭിഷേക് ജയദീപിനായിരുന്നു. അഭിഷേക് ജയദീപിന് 1.47% വോട്ട് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീക്ക് 8 പോകുമ്പോൾ വീക്ക് 8 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ ജിൻഡപ്പനായിരുന്നു. ജിൻഡപ്പൻ 23.94% വോട്ടായിരുന്നു ആ വീക്കിൽ കിട്ടിയെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് ആ വീക്കിൽ കിട്ടിയത് നമ്മുടെ ഗബ്രിക്കായിരുന്നു. അത് ഗബ്രിക്ക് 3.06% വോട്ടാണ് കിട്ടിയത്. അങ്ങനെ ഗബ്രി പോയപ്പോഴും പറയുന്നുണ്ടായിരുന്നു ജാസ്മിന് വേണ്ടി പുറത്താക്കി, അല്ലെങ്കിൽ ഗബ്രിക്ക് വോട്ട് കിട്ടിയിട്ടും പുറത്താക്കി എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അല്ലേ. വീക്ക് 9 വരുമ്പോൾ വീക്ക് 9 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ജിൻഡപ്പനായിരുന്നു. ജിൻഡപ്പന് 40.03% വോട്ടാണ് ആ വീക്കിൽ കിട്ടിയതെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് നമ്മുടെ ശരണ്യക്കും അതുപോലെ തന്നെ നമ്മുടെ ശ്രീദേവിക്കുമായിരുന്നു. ശ്രീദേവിക്ക് 1.48% വോട്ടാണ് കിട്ടിയതെങ്കിൽ ശരണ്യക്ക് വന്നിട്ട് 1.9% വോട്ടാണ് കിട്ടിയത്. അങ്ങനെ അവർ രണ്ടുപേരും പോയി വീക്ക് 9. വീക്ക് 10 വരുമ്പോൾ വീക്ക് 10 വീണ്ടും നമ്മുടെ ജിൻഡപ്പൻ തന്നെയാണ് മുന്നിൽ. ജിൻഡപ്പൻ 25.86% വോട്ടാണ് ആ വീക്കിൽ കിട്ടിയത്. ആ വീക്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് നമ്മുടെ റസ്മിനായിരുന്നു. റസ്മിന് 1.03% വോട്ടാണ് ആ വീക്കിൽ കിട്ടിയത്. അങ്ങനെ വീക്ക് 10 റസ്മിൻ ഔട്ടായി. പിന്നെ വീക്ക് 11 വരുമ്പോൾ വീക്ക് 11 അഗെയിൻ നമ്മുടെ ജിൻഡപ്പൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ജിൻഡപ്പൻ 25.85% വോട്ടാണ് ആ വീക്കിൽ കിട്ടിയത്. ആ വീക്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് നമ്മുടെ 5.53% വോട്ട് കുറവായിട്ട് അൻസിബയും അതുപോലെ തന്നെ അപ്സരയ്ക്ക് 3.74% വോട്ടും, അത്രയും വോട്ട് കിട്ടി അവർ രണ്ടുപേരും പുറത്തായി. എനിക്ക് അൻസിബ ഔട്ടായി എപ്പോഴും പറയുന്നുണ്ടായിരുന്നു അൻസിബയ്ക്ക് വോട്ട് കിട്ടിയിട്ടും അൻസിബനെ പുറത്താക്കി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ. പിന്നെ വീക്ക് 12 വരുമ്പോൾ വീക്ക് 12 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ അഭിഷേകിനായിരുന്നു. അതായത് അഭിഷേക് ശ്രീകുമാറാണ്. അഭിഷേക് ശ്രീകുമാറിന് 27.94% വോട്ടാണ് ആ വീക്കിൽ കിട്ടിയത്. അതിന് തൊട്ട് പുറകെ തന്നെ നമ്മുടെ ജാസ്മിൻ ഉണ്ട്. ജാസ്മിന് 24.56% വോട്ടാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ജാസ്മിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ വീക്കാണ് അത്. അതിന് മുന്നൊക്കെ ജാസ്മിന് കിട്ടിയത് 10, 11 അങ്ങനെ പെർസെന്റേജ് വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീക്കിൽ ഔട്ട് ആയത് നമ്മുടെ നന്ദനായിരുന്നു. നന്ദനയ്ക്ക് 3.6% വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീക്ക്
12 നന്ദൻ ഔട്ടായി. ഇനി വീക്ക് 13ലായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ ജിൻഡപ്പൻ തന്നെയാണ്. ജിൻഡപ്പൻ 32.53% വോട്ടാണ് ആ വീക്കിൽ കിട്ടിയത്. ആ വീക്കിൽ പിന്നെ അർജുൻ 20.67% വോട്ടും അതുപോലെ തന്നെ ജാസ്മിന് 20.03% വോട്ടാണ് കിട്ടിയത് കേട്ടോ. എന്നിട്ട് പിന്നെ ഔട്ടായത് നമ്മുടെ നോറയും അതുപോലെ തന്നെ സിജോയും ആയിരുന്നു. നോറയ്ക്ക് 4.82% വോട്ടാണ് കിട്ടിയത്. സിജോയ്ക്ക് വന്നിട്ട് 5.51% വോട്ടാണ് കിട്ടിയത്. അപ്പൊ അവർ രണ്ടുപേരും അങ്ങനെ ഔട്ടായി. ഇത്രയും വോട്ടിംഗ് റിസൾട്ട് ആണ് നമ്മുടെ ബിഗ് ബോസ് പുറത്തുവിട്ടത്. വീക്ക് 14 അത് പുറത്തുവിട്ടില്ല, കാരണം അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ആരാണ് ജയിച്ചെന്നുള്ളത്. അതുകൊണ്ട് അത് മാത്രം കാണിച്ചിട്ടില്ല. ബാക്കി എല്ലാ വോട്ടിംഗ് റിസൾട്ടും നമ്മുടെ ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് ഒരു കള്ളവും അല്ലെങ്കിൽ ഒരു മായവും കാണിച്ചിട്ടില്ല. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എവിക്ഷൻ പോയത്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇത് കണ്ടാലും ഇനി കുറെ പേരൊക്കെ പറയായിരിക്കും ഇതിലും കള്ളത്തരം ഉണ്ടാവുന്നു. പക്ഷെ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. എന്തായാലും വോട്ടിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പോയി. ഇനിയും അടുത്ത സീസൺ 7 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.